സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ശിംശോൻ ഒരു പെൺകുട്ടിയെ കണ്ട് ആകർഷിക്കപ്പെട്ടിട്ട് അവൻ സ്ത്രീലോലുപനായി മാറാനിടയായി. അനേകർ ഇന്ന് സ്ത്രീകൾ കടിമകളാവുന്നുണ്ട്. പലവിധമായ വാർത്ത കേൾക്കുമ്പോൾ നമുക്ക് ദുഃഖം തോന്നാറുണ്ട്. ഒരാൾ പറഞ്ഞു, എൻ്റെ മകൻ 2 മക്കളുള്ളതായ ഒരു സ്ത്രീയുടെ കൂടെ പോകുവാനിടയായി. യൗവനക്കാരനായ മകൻ 2 മക്കളുള്ള ഒരു സ്ത്രീയുടെ കൂടെ പോയിട്ട് പറയുകയാണ്, ഞാൻ ഇനിയും മറ്റാരെയും വിവാഹം കഴിക്കില്ല, ഇവരെ മാത്രമേ വിവാഹം കഴിക്കൂ എന്ന്. എന്തൊരു ബുദ്ധിയാണിത്! എത്ര നീചമായ അവസ്ഥയിലേക്ക് വീണുപോയിരിക്കുന്നു. വകതിരിവില്ലാതെ നീചമായ ബുദ്ധിയോടുകൂടി ഇന്ന് അനേകം യൗവനക്കാർ പ്രവർത്തിക്കുന്നുണ്ട്. നിനക്ക് നിന്റെ ചിന്തകളിൽ കൂടി ഉണ്ടാകുന്ന പാപത്തെ ജയിക്കാൻ കഴിയില്ലെങ്കിൽ പ്രവൃത്തിയെ ജയിക്കാൻ കഴിയില്ല. എല്ലാ പാപങ്ങളും ആദ്യം ഉളവാകുന്നത് ചിന്തകളിലാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, വ്യഭിചാരം ചെയ്യാൻ പാടില്ല എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു സ്ത്രീയെ മോഹത്തോടു കൂടി നോക്കുന്നവൻ എല്ലാം തന്നെ അപ്പോൾ ആ സ്ത്രീയുമായിട്ട് ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്തിരിക്കുന്നു. നിന്റെ ഉള്ളത്തിൽ യൗവന മോഹങ്ങൾ വളർന്നു വരുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, അത് നീ കാണുന്നതായ പിക്ചേഴ്സ്, അതുപോലെ നിന്റെ ഇടപാടുകൾ, നിന്റെ സുഹൃത്ത് ബന്ധം, ഇവയിൽ കൂടിയാണ് അവ ഉണ്ടാകുന്നത്. അത് നിന്നെ ബലഹീനപ്പെടുത്തുകയാണ്. സെൽഫോണിൽ കൂടി ഈ കാലത്ത് എന്തെല്ലാം ദുരുപയോഗങ്ങൾ നടക്കുന്നുവെന്നറിയാമോ? ഒരു കാലത്ത് ബ്ലൂ ഫിലിംസ് പിടിക്കുന്ന ആളുകളെ കാണുകയാണെങ്കിൽ അവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കഠിനമായിട്ട് ശിക്ഷിക്കുമായിരുന്നു. എന്നാൽ ഈ കാലത്ത് നിങ്ങളുടെ കൈകളിൽ തന്നെ അങ്ങനെയുള്ളതായ അശ്ലീലത നിറഞ്ഞതായ ചിത്രങ്ങൾ, ലൈംഗികത ഉള്ളതായ ചിത്രങ്ങൾ, ദൈവം വിശുദ്ധിയോടുകൂടി അല്ലെങ്കിൽ രഹസ്യമായിട്ട് ചെയ്യേണ്ട വിഷയമായിട്ട് കൊടുത്തിരിക്കുന്നതായ സെക്സിനെ ഇന്നതിനെ പരസ്യമാക്കിക്കൊണ്ട് പൊതുവിലേക്ക് യാതൊരു തടസ്സവുമില്ലാതെ, പ്രായഭേദമില്ലാതെ എല്ലാവരിലേക്കും അത് എത്തിക്കുകയാണ്. ഇതുകൊണ്ട് നിന്റെ മനസ്സ് ദുഷിക്കുന്നു, നിന്റെ ചിന്തകൾ ദുഷിക്കുന്നു, നിന്റെ ആലോചനകളെ നിനക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. നിന്റെ ശരീരത്തിനെ നിനക്ക് നിയന്ത്രിക്കണമെങ്കിൽ ആദ്യം നിന്റെ സെൽഫോൺ നീ നിയന്ത്രിക്കണം. നിനക്ക് നിന്റെ സെൽഫോണിനെ നിയന്ത്രിക്കാൻ കഴിയില്ലെങ്കിൽ അത് വലിച്ചെറിയുക. ഒന്ന് കേടായിപ്പോയാൽ നീ വേറൊന്നും വാങ്ങിക്കുകയല്ലേ ചെയ്യുന്നത്. നിന്റെ മാതാപിതാക്കൾ അത് എടുത്തു മാറ്റുകയാണെങ്കിൽ നീ അടുത്ത വീട്ടിൽ ചെന്ന് കാണും, അല്ലെങ്കിൽ നിന്റെ ലവർ തന്നെ നിനക്കത് വാങ്ങിത്തരും. ആരാണവൾ? നിന്റെ ലവർ. ആ ലവർ നിനക്ക് വാങ്ങിത്തരും, അല്ലെങ്കിൽ നീ അവൾക്ക് വാങ്ങിക്കൊടുക്കും. 2 പേർക്കും തമ്മിൽ സംസാരിക്കാൻ. പണ്ടൊക്കെ പറയുമായിരുന്നു, കഴിക്കാൻ ആഹാരമില്ലെങ്കിലും ചത്തുകിടന്നാലും ചമഞ്ഞു കിടക്കണം. എന്നാൽ ഇന്ന് പറയും, കഴിക്കാൻ ആഹാരമില്ലെങ്കിലും കയ്യിലൊരു സെൽഫോൺ ഉണ്ടായിരിക്കണം. നിന്റെ കയ്യിൽ ഫോണില്ലായെങ്കിൽ എല്ലാവരും ചോദിക്കും, നോക്ക് എത്ര കഴിവുകെട്ടവനാണിവൻ, ഇവന്റെ കയ്യിലൊരു ഫോണുമില്ല, എന്തൊരു ജീവിതമാടാ നിന്റെ ജീവിതം. അതെത്ര ദോഷകരമാണെന്ന് നിങ്ങൾ ചിന്തിക്കുക. സെൽഫോൺ ഉപയോഗിക്കുന്നത് തെറ്റല്ല, അതിൽ നിങ്ങൾ കാണുന്നതായ വിഷയങ്ങളാണ് തെറ്റായിരിക്കുന്നത്. സെൽഫോണിൽ നിങ്ങൾക്ക് ദൈവത്തിന്റെ വചനം കിട്ടും, ദൈവത്തിന്റെ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളുണ്ട്. അവയെ നീ ശ്രദ്ധിക്കുക. അവ നിനക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നിന്റെ ജീവിതം വ്യർത്ഥമാണ്. നോക്കൂ, ശിംശോൻ എത്ര നീചമായ സ്ഥിതിയിലേക്ക് വീണുപോയി. ദലീല എന്നു പേരുള്ള സ്ത്രീയുടെ അടുക്കൽ ചെന്നിട്ട് അവളുടെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ്. നോക്കൂ, ഇസ്രായേൽ ജനത്തിനെ വിടുവിക്കുവാൻ വേണ്ടി ശത്രുവായിരിക്കുന്നതായ ഫിലിസ്ത്യരോട് പോരാടി ജയിക്കുവാൻ അഭിഷേകം ചെയ്യപ്പെട്ട, ദൈവം തിരഞ്ഞെടുത്ത് ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയ്ക്കപ്പെട്ട് അഭിഷേകത്താൽ നിറയ്ക്കപ്പെട്ടതായ, ദൈവം തനിക്ക് വേണ്ടി വേർതിരിച്ചതായ ഈ മനുഷ്യൻ എവിടെയാണ് ഉറങ്ങുന്നത്? എവിടെ കിടന്നാണ് ഉറങ്ങുന്നത്? അയ്യോ, ശത്രുവിന്റെ കൂട്ടത്തിലുള്ള ഒരു സ്ത്രീയുടെ മടിയിൽ തലവെച്ച് കിടന്നുറങ്ങുകയാണ്. ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന നിന്റെ ശരീരത്തെ നീ സൂക്ഷിക്കുന്നുണ്ടോ? എന്താണ് നീ ചെയ്യുന്നത്? ദൈവം നിനക്ക് തന്നിരിക്കുന്ന ശരീരം കൊണ്ട് നീ എന്താണ് ചെയ്യുന്നത്? എങ്ങനെയാണ് നീ ആ ശരീരത്തെ ഉപയോഗിക്കുന്നത്? തിന്നുവാനും കുടിക്കുവാനും ഉല്ലസിക്കുവാനും ശരീരത്തിന്റെ മോഹങ്ങൾ നിവർത്തിക്കുവാനുമാണോ ദൈവം ശരീരം നൽകിയത്? നിനക്ക് ജീവൻ നൽകിയിരിക്കുന്നത് ഈ ദിവസം തന്നെ നിങ്ങൾ പരിശോധിക്കുക. നിന്റെ ജീവിതം പിശാചിന്റെ കയ്യിൽ അകപ്പെടുവാൻ പാടില്ല. നിങ്ങളുടെ ജീവിതം വൃഥാവായി മാറാൻ പാടില്ല. പിശാച് വളരെ ക്രൂരനായവനാണ്. നിന്നെ ഉപയോഗിച്ച് നിന്നെ കടിച്ച് കീറി കളയാനിടയാകും. പിശാചിന്റെ സ്വഭാവം യൂസ് ആൻഡ് ത്രോ എന്നാണ്. പിശാച് പെർമനന്റ് ആയിട്ട് ആരെയും ഉപയോഗിക്കില്ല. അവൻ ആവശ്യമുള്ള കാലത്തോളം ഉപയോഗിക്കും.
ഈ കാലത്ത് നമുക്കറിയാം പേപ്പർ കപ്പുകളുണ്ട്. നാം എന്താണ് ചെയ്യുന്നത്? ചായ കുടിക്കുമ്പോൾ അത് ഉപയോഗിക്കും. അതിനുശേഷം ക്രഷ് ഇറ്റ് ആൻഡ് ത്രോ അവേ. നിങ്ങൾ കൽക്കട്ടയിൽ ചെല്ലുകയാണെങ്കിൽ അവിടെ മൺകപ്പുകളിലാണ് നമുക്ക് ചായ തരുന്നത്. എനിക്ക് ലഭിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു അത് വീണ്ടും നമുക്ക് ഉപയോഗിക്കാനുള്ളത് എന്നാണ്. എന്നാൽ ഞാൻ നോക്കിയപ്പോൾ അവിടെ ഒരു കല്ല് വെച്ചിട്ടുണ്ട്. ആ കല്ലില് മറ്റുള്ളവർ വീണ്ടും ഉപയോഗിക്കാതിരിക്കാൻ ആ കല്ലിൽ അത് എറിഞ്ഞ് ഉടയ്ക്കുകയാണ്, എറിഞ്ഞുടച്ച് കളയുകയാണ് ചെയ്യുന്നത്. അവിടെ പിശാചും അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. നിന്നെ കൊണ്ടുള്ള ആവശ്യം കഴിഞ്ഞ ശേഷം നിന്നെ എറിഞ്ഞുടച്ച് കളയാനിടയാകും. ഇന്നെത്രയോ യൗവനക്കാർ അങ്ങനെ തലയിൽ കൈവച്ച് കരയുന്നുണ്ട്. രോഗത്താൽ ഭാരപ്പെട്ടുകൊണ്ട്, മാനസിക വ്യത അനുഭവിച്ചുകൊണ്ട് ഡിപ്രഷനിലേക്ക് ഇറങ്ങിപ്പോയി. എന്റെ ജീവിതം വ്യർത്ഥമായിപ്പോയി, ഒരു പ്രയോജനവുമില്ല, ഞാൻ എല്ലാവർക്കും ഒരു തടസ്സമായി മാറിയിരിക്കുന്നു എന്ന് വിചാരിച്ച് താൻ ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചതിന് ശേഷം, പിശാചിന്റെ കയ്യിൽ ഉപയോഗിക്കപ്പെട്ടതിന് ശേഷം തന്റെ ജീവിതം നശിപ്പിച്ചു കളയുന്നു. ശിംശോന്റെ ജീവിതവും ഏതാണ്ടൊക്കെ അതുപോലെ ആയിത്തീരാനിടയായി. നിന്റെ ശരീരം ദൈവത്തിന്റെ ആലയമാണ്. നിന്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. അതുമാത്രമല്ല, നിങ്ങൾ നിങ്ങൾക്കുള്ളവരല്ല, നിങ്ങൾ വില കൊടുത്ത് വാങ്ങപ്പെട്ടവരാണ്. ദൈവം നമ്മെ തിരഞ്ഞെടുക്കാനിടയായി. പിന്നെ തന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി. ഒരു പയ്യൻ ഒരു ചെറിയ പലക കൊണ്ട് ഒരു പടകുണ്ടാക്കി, അതിന് നല്ല കളറൊക്കെ അടിച്ച് അതിൽ തന്റെ പേരെഴുതി വെച്ച് അതിനെ ഒരു തടാകത്തിൽ വിട്ടിട്ട്, ഓ എൻ്റെ പടക്, എൻ്റെ പടക് എന്ന് പറഞ്ഞ് അതിനെ നോക്കി സന്തോഷിച്ച് ഇരിക്കുന്നതായ സമയത്ത് വലിയൊരു പേമാരി വരികയും ആ പടക് വെള്ളത്തിൽ ഒഴുകിപ്പോവുകയും ചെയ്തു. അത് വെള്ളത്തിൽ എവിടെയോ ഒഴുകിപ്പോകാനിടയായി. അതിനെ നോക്കിയിട്ട് ഒരുപാട് ദുഃഖിച്ചു. എൻ്റെ വള്ളമായിരുന്നു, ഞാനതിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്, നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞു. പിന്നെ എപ്പോഴും അതിൻ്റെ ഓർമ്മ മാത്രമായിരുന്നു അവനുണ്ടായിരുന്നത്. ഒരു ദിവസം ഒരു കടയിൽ, പഴയ സാധനങ്ങൾ വിൽക്കുന്നതായ ഒരു കടയിൽ ചെന്നപ്പോൾ, പഴയ സാധനങ്ങൾ വിൽക്കുന്നതിൻ്റെ ഇടയിൽ അവൻ്റെ ആ പടക് കാണാനിടയായി. അവൻ സന്തോഷത്തോടെ നോക്കിയപ്പോൾ അവൻ്റെ പേര് തന്നെ അതിൽ എഴുതിയിരിക്കുന്നു. അവൻ ഉല്ലാസത്തോടെ, സന്തോഷത്തോടെ എൻ്റെ പടകെന്ന് പറഞ്ഞ് ഓടിച്ചെന്നെടുക്കുന്നതായ സമയത്ത് ആ കടയുടമ പറഞ്ഞു, ഡാ മോനെ നിൽക്ക്, എന്താണ്? അതവിടെ വെക്കൂ, ഇതെൻ്റേതാണ്, എൻ്റെ പേരെഴുതിയിരിക്കുന്നു, നോക്കുക, ഇതിൽ എൻ്റെ പേരെഴുതിയിരിക്കുന്നത്. അതൊന്നും എനിക്കറിയില്ല, ആരോ എനിക്ക് വിറ്റതാണ്, അതിൻ്റെ വില ഇത്രയുമാണ്, അതുകൊണ്ട് നിനക്ക് വേണമെങ്കിൽ 200 രൂപ തന്നിട്ട് നീ ആ സാധനം എടുത്തുകൊണ്ട് പോയിക്കോ. അതെന്താണ്? ഞാൻ ഉണ്ടാക്കിയ വെള്ളം ഞാൻ കാശ് കൊടുത്ത് വാങ്ങണമോ? അങ്ങനെ തന്നെയാണ്, കാരണം അത് വിൽക്കപ്പെട്ടതാണ്, അത് നഷ്ടപ്പെട്ടു പോയി, മറ്റാർക്കോ അത് ലഭിക്കാനിടയായി. ഇപ്പോൾ നിനക്കത് വേണമെങ്കിൽ അതിന് തീർച്ചയായിട്ടും വില കൊടുത്തേ മതിയാകൂ. പാവം, അവൻ്റെ 200 രൂപ ഇല്ലാത്തത് കൊണ്ട് അവൻ്റെ കയ്യിലിരുന്ന വസ്തുക്കളും അവൻ്റെ വസ്ത്രവും എല്ലാം അവൻ കൊടുത്തിട്ട് സന്തോഷത്തോടുകൂടി ആ പടക് വാങ്ങി. ഇതെൻ്റെ പടകാണ്, ഞാൻ വാങ്ങിയ പടകാണ്, എൻ്റെ പടകാണ് എന്ന് പറഞ്ഞ് സന്തോഷിച്ചു. യേശു ക്രിസ്തുവും അതാണ് നമുക്ക് വേണ്ടി ചെയ്തത്. അമ്മയുടെ ഉദരത്തിൽ നമ്മെ അവൻ ഉരുവാക്കി. എന്നാൽ നാം പാപത്തിന് അടിമയായി മാറിയപ്പോൾ, പിശാചിന് അടിമയായി മാറിയപ്പോൾ, പിശാച് നമ്മളെ ബന്ധരാക്കി മാറ്റിയപ്പോൾ, വിടുവിക്കുന്നതിന് വേണ്ടി കർത്താവ് എന്താണ് ചെയ്തത്? നമുക്ക് വേണ്ടി വില കൊടുക്കുവാനിടയായി 200 രൂപയല്ല, സ്വർണത്താലും വെള്ളിയാലുമല്ല. സ്വർണം, വെള്ളി തുടങ്ങി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളല്ല, നിർദോഷിയും നിഷ്കളങ്കവുമായിരിക്കുന്ന കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താൽ നിങ്ങളെ വില കൊടുത്ത് വാങ്ങപ്പെട്ടിരിക്കുന്നെന്ന കാര്യം നിങ്ങൾ അറിയുന്നില്ലേ? നിങ്ങൾ അതുകൊണ്ട് ദൈവത്തിനുള്ളവരാണ്. നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ ആലയമാകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ട ശിംശോൻ ദലീലയ്ക്ക് അടിമയായി മാറാനിടയായി. പാപം ചെയ്ത് ജീവിച്ചുകൊണ്ട് നീ പശ്ചാത്തപിച്ച ശേഷം വീണ്ടും ആ പാപത്തിന് ഇടം കൊടുക്കുകയാണെങ്കിൽ, വീണ്ടും ആ പാപം തന്നെ നീ ചെയ്താൽ, നീ പശ്ചാത്തപിച്ചാലും നിന്റെ ജീവിതത്തിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവുകയില്ല. കർത്താവ് നിന്നെ വിട്ടുകളഞ്ഞോ? കർത്താവ് നിന്നിൽ വസിക്കുന്നുണ്ടോ? പലർക്കും അറിയില്ല. ശിംശോന് മനസ്സിലാവുന്നില്ല. ഞാൻ ദൈവത്തിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തി, എൻ്റെ വിശുദ്ധിയെ ഞാൻ നഷ്ടപ്പെടുത്തി, പരിശുദ്ധാത്മാവിനെ നഷ്ടപ്പെടുത്തി, എൻ്റെ രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെടുത്തി എന്നുള്ളതായ വിഷയം ഇന്നുള്ളതായ ക്രിസ്ത്യാനികൾ മനസ്സിലാക്കുന്നില്ല. നിന്റെ യഥാർത്ഥ അവസ്ഥ എങ്ങനെയാണ് അറിയുവാൻ കഴിയുന്നത്? അവന്റെ വചനം കേൾക്കുമ്പോൾ, അവന്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ആത്മീയ സ്ഥിതി എന്താണെന്നും ദൈവം മുമ്പാകെ നീ എങ്ങനെയായിരിക്കുന്നുവെന്നും നിനക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതിനുവേണ്ടിയാണ് ഉപവാസ പ്രാർത്ഥനകൾ. അതിനുവേണ്ടിയാണ് ദൈവത്തിന്റെ സന്നിധിയിൽ പോയി നിന്നെ തന്നെ സമർപ്പിച്ച് ആരാധിക്കുന്നത്.
അവൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ നാം ബലപ്പെടുത്തുവാൻ പുതുമയുള്ളവരാക്കി തീർക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് യൗവനക്കാർ പ്രത്യേകിച്ച് കാലം തികയുന്നതിന് മുൻപേ, പരിശുദ്ധാത്മാവ് നിങ്ങളെ വിട്ടിട്ട് മാറിപ്പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ പശ്ചാത്തപിക്കണം. നിങ്ങളുടെ ശരീരത്തിലുള്ള സകലതും ദൈവം നിങ്ങൾക്ക് നൽകിയതാണ്. മാതാപിതാക്കൾ നമ്മെ ജനിപ്പിച്ചെന്ന് പറയും. മാതാപിതാക്കൾ നമുക്ക് നമ്മുടെ ശരീരത്തെ, ആ ആകൃതിയെ നൽകി. എന്നാൽ നമുക്ക് ജീവൻ നൽകിയ വ്യക്തി, നമ്മിലുണ്ടായിരിക്കുന്ന ആത്മാവിനെ നൽകിയിരിക്കുന്ന വ്യക്തി, നമുക്ക് പ്രാണൻ നൽകിയ വ്യക്തി, ഓരോ ദിവസം ചെല്ലുന്തോറും അമ്മയുടെ ഉദരത്തിൽ കിടക്കുന്ന ഒരു ശിശു എങ്ങനെയാണ് വളർന്നു വന്നത് എന്നത് ആർക്കും അറിയില്ല. എന്നാൽ ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ ഉരുവായ ശേഷം പ്രസവിക്കപ്പെടുന്നു. അതിനുശേഷം കുഞ്ഞ് വളർന്ന് വീണ്ടും യൗവന പ്രായത്തിലേക്ക് വളർന്നെത്തുന്നു. അത്രത്തോളം ചെയ്യുന്നത്, അവൻ്റെ ജീവിതത്തിൽ ആ വളർച്ച കൊണ്ടുവരുന്നത് ദൈവമാണ്. നിന്നെ സൃഷ്ടിച്ച സൃഷ്ടികർത്താവാണ്. ഇതൊരിക്കലും മറന്നു പോകരുത്. യൗവനക്കാർ പറയണം, എന്നെ സംബന്ധിച്ച് എൻ്റെ ശരീരം ദൈവം നൽകിയതാണെന്ന്. ഈ ഒരു ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നു. നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ് എന്ന വിഷയം നാം മനസ്സിലാക്കണം. മനുഷ്യന് എന്തൊക്കെ ഉണ്ടായാലും, എന്തെല്ലാം കാര്യങ്ങളുണ്ടായാലും, ദൈവത്തിൻ്റെ ഒരു ആത്മാവിൻ്റെ പ്രവൃത്തി തന്നിലില്ലെങ്കിൽ ഒരിക്കലും ആത്മസംതൃപ്തി ആ മനുഷ്യന് കാണുകയില്ല. കർത്താവ് നമ്മുടെ ഹൃദയത്തിലില്ല എങ്കിൽ നമുക്കൊരു തരത്തിലുള്ളതായ സംതൃപ്തിയും ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് ഇന്നുള്ള യൗവനക്കാർക്ക് ഒരു തരത്തിലുള്ളതായ അസംതൃപ്തി, ഒരു തരത്തിലുള്ളതായ വേദന, ഒരു തരത്തിലുള്ള നിരാശ, ഒരു ആഗ്രഹം. അത് തീർക്കുന്നതിന് വേണ്ടി എത്രയോ കാര്യങ്ങൾ ചെയ്തു നോക്കിയിട്ടും അവസാനം അവർക്ക് തൃപ്തി ലഭിക്കുന്നില്ല. എത്രയോ യൗവനക്കാർ ഇന്ന് അങ്ങനെ ചെയ്യുന്നവരുണ്ട്. എത്രയോ പേർ മയക്കുമരുന്നിന് അടിമകളാകുന്നു, മദ്യപാനത്തിന് അടിമകളായി മാറുന്നു, ലക്ഷ്യമില്ലാതെ റോഡിൽ കൂടി നടക്കുന്നവരുണ്ട്. നീ യേശുവിൻ്റെ പൈതലാണെങ്കിൽ പിശാച് നിന്നെ തൊടുന്നതിന് മുൻപ് തന്നെ, പിശാച് നിന്നെ കീഴ്പ്പെടുത്തുന്നതിന് മുൻപേ, പിശാച് ഉപയോഗിച്ചിട്ട് കളഞ്ഞതിനെയല്ല ദൈവത്തിന് ആവശ്യമുള്ളത്. നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടികർത്താവിനെ ഓർത്തുകൊള്ളുക എന്ന് പറയുന്നു. പാപത്തിൽ വീണ് എഴുന്നേറ്റിട്ട് കർത്താവിൻ്റെ സാക്ഷിയായി നിൽക്കുന്നതാണ് വലിയ സാക്ഷ്യമെന്ന് പലർ പറയുന്നു. എന്നാൽ പാപത്തിൽ വീഴുന്നതിന് മുൻപ് തന്നെ നിന്റെ ശരീരത്തിലെ അശുദ്ധിയെല്ലാം നീ നീക്കിക്കളയണം. നിന്റെ ജീവിതത്തിലെ എല്ലാ ഭാരങ്ങളിൽ നിന്നും വിടുവിക്കുന്നതിന് വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ നീ സമർപ്പണത്തോടെ ജീവിക്കേണ്ടത് ആവശ്യമാണ്. വലിയവനായ ശക്തനായ ശിംശോന്റെ കണ്ണുകൾ അവർ ചൂഴ്ന്നെടുത്തു. ശത്രു എന്താണ് ചെയ്തത്? ആദ്യം കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ചു. ഒരു നിമിഷം ചിന്തിക്കൂ, കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ചാൽ, നിനക്ക് കാഴ്ച നഷ്ടപ്പെട്ടാൽ നിന്റെ ജീവിതം എങ്ങനെയായിരിക്കും? ഒരു നിമിഷം ചിന്തിച്ചു നോക്കുക. നിന്റെ ജീവിതം ഇരുളിൽ തപ്പിത്തടയുന്നതാകും. എന്തു ചെയ്യണമെന്ന് നിനക്കറിയുവാൻ കഴിയുകയില്ല. ആ കണ്ണുകൾ കൊണ്ടാണ് വേശ്യയെ നോക്കിയത്. ആ കണ്ണുകൾ കൊണ്ട് നോക്കിയാണ് പാപപ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടി പോയത്. ഇപ്പോൾ ആ കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ചിരിക്കുന്നു. ഇപ്പോൾ എങ്ങനെ ആരെ കാണുവാൻ കഴിയും? ഇപ്പോഴവന് വേശ്യകളെ നോക്കുവാൻ കഴിയുമോ? ഇല്ല. ജാഗ്രത. നിന്റെ ശക്തി ക്ഷയിക്കുന്നതിന് മുൻപ് തന്നെ, നിന്റെ ബലം ക്ഷയിക്കുന്നതിന് മുൻപ് തന്നെ, നിന്റെ ആരോഗ്യം നഷ്ടപ്പെടുന്നതിന് മുൻപ് തന്നെ, അവസരങ്ങൾ നഷ്ടപ്പെടുന്നതിന് മുൻപ് തന്നെ കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് അടുക്കേണ്ടതാണ്. ഒരിടത്ത് ഞാൻ മീറ്റിംഗ് നടക്കുമ്പോൾ അവിടെ നല്ലൊരു പയ്യനാണ്. കൂടി വന്നാൽ 10-18 വയസ്സ് കാണും. അവനെ സൈക്കിളിൽ ഇരുത്തിക്കൊണ്ട് അവിടെ കൊണ്ടുവന്നു. പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് കൊണ്ടുവന്നത്. എന്താണ് സംഭവിച്ചത്? അവൻ നിൽക്കുവാൻ പോലും കഴിയുന്നില്ല. 2 ആളുകളുടെ സഹായത്താലാണ് അവനെ കൊണ്ടുവന്നത്. കാലുകൾ രണ്ടും ശോഷിച്ചു പോയിരിക്കുന്നു. നിനക്കെന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു. അവൻ കരയുകയാണ്, ഉറക്കെ കരയുകയാണ്. പാസ്റ്റർ, ഞാൻ വേശ്യയുടെ അടുക്കൽ പോകുമായിരുന്നു. തന്മൂലം പലവിധമായ രോഗങ്ങളാൽ ഞാൻ ബാധിക്കപ്പെട്ടു. എന്നാൽ ഞാൻ അതൊന്നും വകവയ്ക്കാതെ വീണ്ടും പാപത്തിൽ തന്നെ മുൻപോട്ട് പോയി. അവസാനം എൻ്റെ നാഡീവ്യവസ്ഥയെല്ലാം തകർന്നു പോകാനിടയായി. ശരീരത്തിൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു. 80-85 വയസ്സുള്ള പ്രായമുള്ള മനുഷ്യനെ പോലെ ശരീരം ക്ഷയിച്ചു പോകുന്നു. അനാവശ്യമായ കാര്യങ്ങൾക്ക് ഇടം കൊടുത്ത് യൗവനക്കാലത്ത് തൻ്റെ ശരീരത്തെ രസത്തിനു വേണ്ടി, അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചിട്ട് നഷ്ടപ്പെട്ടു പോയ അനേകം ആളുകളെ നമുക്ക് കാണാൻ കഴിയും. വ്യഭിചാരം ചെയ്യുന്നതായ ആളുകൾക്ക് ഒരിക്കലും സ്ഥിരമായൊരു നിലനിൽപ്പില്ല. യാക്കോബ് രൂബേനോട് പറയുന്നു, രൂബേനേ, വെള്ളം പോലെ തുളുമ്പുന്നവനേ, നീ ശ്രേഷ്ഠനാവുകയില്ല. വ്യഭിചാരം ചെയ്യുന്നവർ ശ്രേഷ്ഠരാവുകയില്ല. വെള്ളം പോലെ തുളുമ്പുന്നവർ എന്ന് പറയുമ്പോൾ സ്ഥിരമായൊരു വാക്ക് കാണില്ല. അവർക്കൊരു തീരുമാനത്തിൽ നിൽക്കുവാൻ കഴിയില്ല.
ഒരു സമയം ഒന്ന് പറയും, പിന്നീട് അവർക്ക് അത് നിലനിൽക്കാൻ കഴിയില്ല. ഭയത്താലും ഭീതിയാലും അസ്ഥിരതയാലും നിറയപ്പെടുവാനിടയാകും. അവരുടെ ജീവിതം ശ്രേഷ്ഠമാകില്ല. അതാണ് പറയുന്നത്. വിവാഹത്തിന് മുമ്പ് തന്നെ നിന്റെ വിശുദ്ധി നഷ്ടപ്പെടുത്താൻ പാടില്ല. അശുദ്ധമായ പാപങ്ങളെ നീ വിട്ടുകളയുക. ഇപ്പോൾ തന്നെ നീ പാപത്തിന്റെ കുഴിയിലാണെങ്കിൽ നീ പശ്ചാത്തപിക്കുക. ഈ ദിവസം നമുക്ക് വലിയൊരു അവസരമാണ്. നമ്മുടെ യേശു കർത്താവ് ചെയ്തതായ കാൽവരി മരണത്തിൽ കൂടി, അവൻ നമുക്ക് വേണ്ടി ഒഴുക്കിയ രക്തത്തിൽ കൂടി, ഒരു വ്യഭിചാരിക്ക്, ഒരു പാപിക്ക്, ഒരു ദുഷ്ടന് വരേണ്ടതായ സകല ശിക്ഷയും അവൻ വഹിക്കുവാനിടയായി. ഈ ദിവസം നമ്മോട് ക്ഷമിക്കുവാൻ, നമ്മുടെ ജീവിതത്തെ പുതുതാക്കി മാറ്റുവാൻ അവൻ ഒരുങ്ങിയിരിക്കുന്നു. എത്രയും വേഗത്തിൽ ക്രിസ്തുവിന് നിന്റെ ജീവിതത്തെ നീ സമർപ്പിച്ചാൽ അത്രയും നന്നാണ്. എത്രയും വേഗത്തിൽ നിന്റെ പാപത്തിനു വേണ്ടി പശ്ചാത്തപിച്ച് ശുദ്ധീകരിക്കപ്പെട്ടാൽ അത്ര വേഗത്തിൽ നിനക്ക് വിടുതൽ ലഭിക്കും. അതെല്ലാം കഴിഞ്ഞിട്ട് അവരുടെ ദേവാലയത്തിൽ മാവരയ്ക്കുന്നതായ വലിയൊരു കല്ലുണ്ട്. ഇപ്പോഴാണെങ്കിൽ എല്ലാം ഗ്രൈൻഡറൊക്കെ വന്നിട്ടുണ്ട്. ആ വലിയൊരു കല്ലിൻ്റെ അരികിൽ സാധാരണ കുതിരകളെയും അതുപോലെ കഴുതകളെയും കെട്ടിയാണ് അതിനെക്കൊണ്ടാണത് കറക്കുന്നത്. എന്നാൽ ഇവൻ വളരെ ശക്തനായിരിക്കുന്നത് കൊണ്ട്, നല്ല ആരോഗ്യമുള്ളവനായിരിക്കുന്നത് കൊണ്ട് ആ ചക്ക ആട്ടിയെടുക്കുന്നതിന് വേണ്ടി ഇവനെ ഉപയോഗിച്ചു. എത്ര ശക്തിയായിട്ട് ഇവൻ ദൈവത്തിന്റെ കരത്താൽ ഉപയോഗിക്കപ്പെട്ടുവോ, ഇതാ ഇപ്പോൾ ഒരു മൃഗതുല്യനായി മാറിയിരിക്കുകയാണ്. ഇന്ന് എത്രയോ യൗവനക്കാരിങ്ങനെ ജീവിക്കുന്നവരുണ്ട്. ദൈവം ആഗ്രഹിക്കുന്നത് നിന്റെ വിലയേറിയ ജീവിതമാണ്. നീ യോഗ്യനായിരിക്കുവാൻ, നീ തലയായിരിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എല്ലാ വിഷയത്തിലും നീ കഴിവുള്ളവനായിരിക്കുവാനാണ് ദൈവത്തിന്റെ ആഗ്രഹം. എന്നാൽ ഇന്ന് ആളുകൾ അടിമവേല ചെയ്യുകയാണ്. ലോകത്തിന്, പിശാചിന് അടിമകളായിട്ട് ജീവിക്കുന്നു. ലോകത്തിന് അടിമകളായി ജീവിക്കുന്നു. ഇന്ന് തന്നെ ഉണരുക. നിന്റെ ജീവിതത്തെ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവവേല ചെയ്യുമ്പോൾ നഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ദൈവവേല ചെയ്യുമ്പോൾ എന്ത് ലാഭമെന്ന് ചിന്തിക്കുന്നു. ദൈവത്തെ അനുസരിച്ചാൽ തനിക്ക് എന്ത് കിട്ടുമെന്നാണോ വിചാരിക്കുന്നത്? കർത്താവിന്റെ കരത്തിൽ വീണവൻ ഒരിക്കലും നഷ്ടപ്പെടില്ല. അവന്റെ കയ്യിൽ വീണ ഒരു വ്യക്തി ഒരിക്കലും പാപത്തിൽ വീണു പോകുവാൻ ഇടയാകില്ല. അവന്റെ കയ്യിൽ വീണതായ ഒരു വ്യക്തിയെ അവൻ പണിതെടുക്കുവാൻ, ഒരുക്കിയെടുക്കുവാൻ ഇടയാകും. മോശ ദൈവത്തിന്റെ കയ്യിൽ വീഴാനിടയായി. അവൻ മിസ്രൈമിലെ സകല വിദ്യകളിലും അഭ്യാസം നേടിയവനാണ്. അവന്റെ ജീവിതത്തിൽ എല്ലാവിധമായ കഴിവുകളും എല്ലാം അവൻ അഭ്യസിച്ചിരുന്നു. യുദ്ധവീരനായിരുന്നു. എന്നാൽ അതുകൊണ്ട് അവന്റെ ജീവിതത്തിൽ ഒരു പ്രയോജനവും ഉണ്ടായില്ല. എന്നാൽ അവൻ മുതിർന്ന സമയത്ത്, അവൻ യൗവനക്കാരനായിരുന്ന സമയത്ത് അവൻ ഒരു തീരുമാനമെടുക്കുവാനിടയായി. മിസ്രൈമിന്റെ ധനത്തേക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയതായി എണ്ണി. അല്പകാല പാപഭോഗത്തേക്കാൾ ദൈവജനത്തോടൊപ്പം കഷ്ടം അനുഭവിക്കുന്നത് വലിയ ധനമായി എണ്ണി അവൻ തീരുമാനമെടുക്കാനിടയായി. എത്ര ഉന്നതമായ സ്ഥിതിയിൽ ദൈവത്തിന്റെ കരത്തിൽ ഉപയോഗിക്കപ്പെട്ടു. മോശയെക്കുറിച്ച് നിങ്ങൾ സംഖ്യാപുസ്തകത്തിലും പുറപ്പാട് പുസ്തകത്തിലും വായിക്കുക. ഈ ദിവസം നിന്റെ ജീവിതത്തിൽ അവൻ തന്നെ അനുഗ്രഹം നൽകാൻ ആഗ്രഹിക്കുന്നു. ഒരുവനായവനെ 1000 പേരാക്കി മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും ഇത് മറക്കുകയില്ല. കറക്റ്റ് എനിക്ക് 18 വയസ്സുണ്ടായിരുന്നപ്പോൾ 6 മാസം കൂടി കഴിഞ്ഞാൽ 19ലേക്ക് കടക്കുന്ന ആ സമയത്ത് കർത്താവ് എന്നെ ദർശിക്കുവാൻ ഇടയായി. എൻ്റെ ജീവിതം സമർപ്പിക്കപ്പെടാനിടയായി. ഞാൻ അന്നു മുതൽ ഇന്ന് വരെയും കർത്താവിന് വേണ്ടി ജീവിക്കുന്നു. എൻ്റെ ജീവിതം അനേകർക്ക് അനുഗ്രഹമാക്കിയിട്ട് ദൈവം മാറ്റി. എൻ്റെ സകല ആവശ്യങ്ങളും ആ ദൈവം നിറവേറ്റുന്നു. എൻ്റെ ജീവിതത്തിൽ ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തോടുകൂടി മുൻപോട്ട് പോകുവാനുള്ളതായ കൃപ അവൻ നൽകുന്നു. യൗവനക്കാരെ അയക്കുന്ന മക്കളെ, ഒരുപക്ഷെ യൗവനപ്രായം കഴിഞ്ഞിരിക്കുന്ന വ്യക്തികളായിരിക്കാം, മധ്യവയസ്സ് കഴിഞ്ഞവരായിരിക്കാം. ഇപ്പോഴായിരിക്കാം നിങ്ങൾ യൗവനത്തിൽ വിതച്ചതായ വിത്തിന്റെ ഫലങ്ങൾ കൊയ്യുന്നത്. യൗവനത്തിൽ ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾ ജീവിച്ചു. ഇപ്പോൾ നിങ്ങളുടെ മക്കൾ നിങ്ങളെ അനുസരിക്കുന്നില്ല. എൻ്റെ മകൾ എൻ്റെ വാക്ക് കേൾക്കുന്നില്ല, എന്നെ അനുസരിക്കുന്നില്ല എന്ന് അവരെ കുറ്റം പറഞ്ഞ് ശപിക്കുകയൊക്കെ ചെയ്യുന്നു. എന്നാൽ നിന്റെ ജീവിതത്തിൽ നീ യൗവനപ്രായത്തിൽ ചെയ്തിരുന്ന കാര്യങ്ങൾക്ക് ഫലമായിട്ടാണ് നിന്റെ മക്കളിൽ കൂടി ദൈവം നിന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കി മാനസാന്തരപ്പെട്ടാൽ നിനക്ക് നന്ന്. നീ എന്താണോ വിതയ്ക്കുന്നത് അത് തന്നെ കൊയ്യും. മക്കളെ വളർത്തേണ്ടത് മാതാപിതാക്കളുടെ ചുമതലയാണ്. മാതാപിതാക്കളുടെ വളർത്തൽ ഏതു രീതിയാണോ അതനുസരിച്ചായിരിക്കും കുഞ്ഞുങ്ങളുടെ ഭാവി. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. മോശയുടെ കൂടെ ദൈവദാസനില്ലായിരുന്നു, ഒരു ദൈവസഭയില്ലായിരുന്നു, അവന് ഉപദേശിക്കുവാൻ ആരും തന്നെ ഇല്ലായിരുന്നു. എന്നാൽ മുതിർന്നപ്പോൾ ശരിയായ തീരുമാനമെടുത്തു. എന്തുകൊണ്ടാണ്? അവൻ്റെ മാതാവ് വിശ്വാസത്തോടുകൂടി അവനെ വളർത്തി, വിശ്വാസം അവന് കാണിച്ചു കൊടുത്തു. വിശ്വാസത്തോടുകൂടി വളർത്തിയതുകൊണ്ട്, ആ അമ്മയുടെ ഉപദേശം അവൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തക്ക വയസ്സ് സമയമായപ്പോൾ അവൻ സത്യത്തിന്
അനുകൂലമായ രീതിയിൽ പോകുവാനിടയായി. ഈ സമയം മറ്റൊരു വാക്യം വായിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സദൃശ്യവാക്യങ്ങൾ 5-ാം അധ്യായം 11-12. നിന്റെ മാംസവും ദേഹവും ക്ഷയിച്ചിട്ട് നീ ഒടുവിൽ നെടുവേർപ്പെട്ടുകൊണ്ട് അയ്യോ, ഞാൻ പ്രബോധനം വെറുക്കുകയും എൻ്റെ ഹൃദയം ശാസനയെ നിരസിക്കുകയും ചെയ്തുവല്ലോ. എൻ്റെ ഉപദേഷ്ടാക്കന്മാരുടെ വാക്കു ഞാൻ അനുസരിച്ചില്ല, എന്നെ പ്രബോധിപ്പിച്ചവർക്ക് ഞാൻ ചെവി കൊടുത്തുമില്ല. സഭയുടെയും സംഘത്തിൻ്റെയും മധ്യേ ഞാൻ ഏകദേശം സകല ദോഷത്തിനും അകപ്പെട്ടു പോയല്ലോ. എന്താണ്? യൗവനകാലത്തിൽ തൻ്റെ ജീവിതം ദൈവത്തിന് സമർപ്പിക്കാത്ത ആളുകൾ അവസാനം നിന്റെ മാംസവും ദേഹവും ക്ഷയിച്ചു പോകുമ്പോൾ, നിനക്ക് രോഗം ബാധിക്കുമ്പോൾ, നീ വൃദ്ധനായി തീരുമ്പോൾ, നിന്റെ ആരോഗ്യം ക്ഷയിക്കുമ്പോൾ, നീ സഹായകനായി മാറുമ്പോൾ, നീ പാപം ചെയ്ത് മാനസാന്തരപ്പെടാനുള്ള അവകാശമെല്ലാം നഷ്ടപ്പെടുത്തുമ്പോൾ, നീ അവസാനം നെടുവേർപ്പെടും. അയ്യോ, ഞാൻ ഉപദേഷ്ടാക്കന്മാരുടെ ഉപദേശങ്ങൾ ചെവിക്കൊണ്ടില്ല, എൻ്റെ ഹൃദയം ശാസനയെ നിരസിക്കുവാനിടയായല്ലോ, ഉപദേഷ്ടാക്കന്മാരുടെ വാക്കുകൾ ഞാൻ അനുസരിച്ചില്ലല്ലോ, അയ്യോ 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 എന്നപ്പോൾ പറഞ്ഞതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അപ്പോൾ കർത്താവിൽ വിശ്വസിക്കുന്നെന്ന് പറഞ്ഞിട്ട് പ്രയോജനമില്ല. അനേകൾ രോഗക്കിടക്കിലായതിനു ശേഷം ചർച്ചിൽ വരുമ്പോൾ വരാത്ത ആളുകൾ, പ്രാർത്ഥിക്കാൻ ക്ഷണിച്ചാൽ വരാത്തവർ, ആരോഗ്യം ക്ഷയിച്ചുപോയി, പാപം മൂലം പലവിധമായ രോഗങ്ങൾ ബാധിക്കപ്പെട്ട് കിടക്കയിലായിരിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ ക്ഷണിച്ചപ്പോൾ ഞാൻ പോയ സന്ദർഭങ്ങളുണ്ട്. അവർ ചുരുണ്ടുകൂടി ആ കിടക്കയിൽ കിടന്നുകൊണ്ട്, ദൈവദാസ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഇനിയുള്ള കാലം ദൈവത്തിന് വേണ്ടി ഞാൻ നിൽക്കാം, കർത്താവിന്റെ സാക്ഷിയായിട്ട് ഞാൻ ജീവിക്കാം. അപ്പോൾ തന്നെ ലങ്സ് നശിച്ചിരിക്കുന്നു, കിഡ്നി നശിച്ചിരിക്കുകയാണ്, അതിനുശേഷം ഞാൻ ദൈവത്തിന് വേണ്ടി നിൽക്കാം, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാമെന്ന് പറയുകയാണെങ്കിൽ പിന്നെ എന്താണ് പ്രയോജനം? പറയുക, എന്താണ് പ്രയോജനം? ദുർദിവസങ്ങൾ വരും മുമ്പേ ഇതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന് പറയുന്നതിന് മുൻപ് തന്നെ നിന്റെ സൃഷ്ടിതാവായ ദൈവത്തിന് നിന്നെ തന്നെ നീ സമർപ്പിക്കുക. അതാണ് ശ്രേഷ്ഠമായ കാര്യം. മാതാപിതാക്കൾ, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അവർക്ക് നല്ല ഭാവി ഉണ്ടാകണം, നല്ല ജോലി ലഭിക്കണം, നല്ല കുടുംബ ജീവിതം ഉണ്ടാകണം, എല്ലാ രീതിയിലും അനുഗ്രഹിക്കപ്പെടണം എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ശരി, എന്നാൽ എൻ്റെ മക്കൾ അവരുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമായി മാറ്റണം. എൻ്റെ ദൈവത്തിൻ്റെ ഹിതം എൻ്റെ മക്കൾ ചെയ്യണം. ദൈവത്തിൻ്റെ പദ്ധതി എന്താണോ, ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണോ, അതിനനുസരിച്ച് എൻ്റെ മക്കൾ മാറണം എന്ന് ഉള്ളതായ ആശ എത്ര മാതാപിതാക്കൾക്കുണ്ട്. യൗവനക്കാരായിരിക്കുന്ന മക്കൾ ഇന്നൊരു തീരുമാനമെടുക്കണം. യൗവനക്കാർ, ദയവ് ചെയ്ത് സമയം കഴിഞ്ഞു പോകുന്നതിന് മുൻപേ, പരിശുദ്ധാത്മാവ് നിങ്ങളെ വിട്ട് കടന്നു പോകുന്നതിന് മുൻപ് തന്നെ മാനസാന്തരപ്പെടുക. എഴുന്നേറ്റ് നിൽക്കാം, ദൈവത്തോട് വായ് തുറന്ന് പറയുക. ഇപ്പോൾ തന്നെ നിങ്ങൾ പോർണോഗ്രാഫിക്ക് അടിമയായിരിക്കുന്നുവോ? ദുശീലങ്ങൾക്ക് അടിമയായിരിക്കുന്നുവോ? അനാവശ്യമായ ബന്ധങ്ങളിൽ അകപ്പെട്ട് വെളിയിൽ വരുവാൻ കഴിയാതെ ലോക കാര്യങ്ങളിൽ അകപ്പെട്ട് സമാധാനമില്ലാതെ ആയിരിക്കുകയാണോ? നീ ഏതവസ്ഥയിലാണെങ്കിലും കർത്താവ് നിന്നോട് ക്ഷമിക്കുവാൻ തയ്യാറായിട്ടിരിക്കുന്നു. നിനക്കൊരു പുതിയ ജീവിതം നൽകുവാൻ തയ്യാറായിരിക്കുന്നു. യൗവനക്കാരാ, യൗവന സഹോദരി, നീ ഒരു തീരുമാനമെടുക്കുക. നിന്റെ യൗവനകാലം കഴിഞ്ഞുവെങ്കിൽ, മധ്യവയസ്സ് ആയിരിക്കുന്നുവെങ്കിൽ, ഇപ്പോഴെങ്കിലും ഈ മധ്യവയസ്സിൽ തന്നെ കർത്താവിലേക്ക് തിരിയുക. കുടുംബസ്ഥനായിരിക്കുന്നു, ഭാര്യയും മക്കളുമുണ്ട്, എന്നാൽ മാനസാന്തരപ്പെട്ടിട്ടില്ല, ജീവിതം മാറിയിട്ടില്ല, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ശോധനകളുണ്ട് എന്ന് പറയുന്നവർ വായ് തുറന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി ഞങ്ങളെ ദർശിക്കണമേ. നിന്നാൽ സ്നേഹിക്കപ്പെടുന്ന ഞങ്ങളെ ഒരിക്കൽ കൂടി ദർശിക്കണമേ. നീ തിരഞ്ഞെടുത്ത യൗവനക്കാരായ മക്കളെ നോക്കണമേ. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപ് തന്നെ നീ തിരഞ്ഞെടുത്ത നിന്റെ മക്കളെ നീ ദർശിക്കണമേ. നിന്റെ രക്തത്താൽ അവരെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ അഴിച്ചു കളഞ്ഞതുകൊണ്ട് രക്ഷയുടെ ആനന്ദം ഞങ്ങൾക്ക് നൽകണമേ അപ്പാ. പുതിയ ജ്ഞാനം, പുതിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ. എല്ലാവരുടെയും മേൽ നിന്റെ കൃപ പകരണമേ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ പകരണമേ. ഇതാ ഞങ്ങളുടെ ശരീരം നിങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ഞങ്ങളെ കഴുകി ശുദ്ധീകരിച്ച് നിന്റെ ആലയമാക്കി മാറ്റണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ അറിവില്ലാതെ ഇഷ്ടം പോലെ ജീവിച്ച് ഞങ്ങളുടെ ജീവിതത്തെ നശിപ്പിച്ചു. ഇപ്പോൾ ഞങ്ങളുടെ ജീവിതത്തെ നീ പുതുക്കിയെടുക്കണമേ. കർത്താവേ, എല്ലാ യൗവനക്കാരോട് നീ കരുണ കാട്ടണമേ. ഓരോ യൗവനക്കാരുടെ മേലുള്ളതായ നിന്റെ പദ്ധതി നിവർത്തിക്കണമേ.
കർത്താവേ, പിശാചിന്റെ കയ്യിലല്ല, നിന്റെ കൈകളിൽ ശക്തമായി ഉപയോഗപ്പെടുന്ന പാത്രമാക്കി മാറ്റണമേ. ഞങ്ങളോട് നിന്റെ കരുണ കാട്ടണമേ. കർത്താവേ, ഞങ്ങൾക്ക് ദാനമായി തന്നിരിക്കുന്ന മക്കൾ ആരും തന്നെ നരകത്തിലേക്ക് പോകുവാൻ പാടില്ലപ്പാ. നിന്റെ രാജ്യത്തിന്റെ അവകാശികളാക്കി നീ അവരെ മാറ്റണമേ. ഇപ്പോൾ തന്നെ പിശാചിന്റെ വലയിൽ അകപ്പെട്ട ആളുകളുണ്ടെങ്കിൽ അവരെ വിടുവിക്കുമാറാകണമേ. അനുതാപത്തോടെ നിന്റെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ വരികയാണ്. നഷ്ടമായതെല്ലാം ഞങ്ങൾക്ക് തിരികെ നൽകുമാറാകണമേ. ഞങ്ങളുടെ സമ്പത്തിനെ, ഞങ്ങളുടെ ആത്മീയതയെ, ഞങ്ങളുടെ സമാധാനത്തെ തിരികെ നൽകി നിന്റെ സേവയിൽ ഞങ്ങളെ ഉപയോഗിക്കണമേ. ഈ അന്ത്യകാലത്ത് ആരെ വിഴുങ്ങേണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് അലറുന്ന സിംഹം പോലെ കടന്നു വരുന്നതായ പിശാചിനെ ജയിക്കാൻ ആവശ്യമായ കൃപ യൗവനക്കാരായിരിക്കുന്ന മക്കൾക്ക് നീ കൊടുക്കണമേ. പ്രാർത്ഥനാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ.